എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL തുടങ്ങാൻ ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. IPL ആവേശത്തിലേക്ക് അടുക്കുമ്പോഴും ടീമുകളെയും ആരാധകരെയും സംബന്ധിച്ച് നിരാശയുടെ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണ സൂപ്പർ താരങ്ങളടക്കം IPL 2024 നിന്നും മുഴുവനായും റൂൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ചധികം താരങ്ങൾ പുറത്തായിട്ടുണ്ടായിരുന്നു. ചില താരങ്ങൾ ഇപ്പോഴും അവരുടെ അവൈലബിലിറ്റി സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ഇതുവരെ IPL നിന്ന് മുഴുവനായും റൂൾഡ് ഔട്ടായി പോയിട്ടുള്ള താരങ്ങളുടെയും ഒപ്പം നിലവിൽ അവരുടെ അവൈലബിലിറ്റി ഡൗട്ട്ഫുള്ളായിട്ടുള്ള താരങ്ങളുടെയും ലിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ 2 താരങ്ങളായിരുന്നു, 2 ഇംഗ്ലീഷ് പ്ലെയേഴ്സായിരുന്നു ഇത്തവണ IPL നിന്നും റോൾഡ് ഔട്ടായി പോയിട്ടുള്ളത്. അവരുടെ പുതിയ താരമായിട്ടുള്ള ഗസ് അറ്റ്കിൻസൺ, അതോടൊപ്പം തന്നെ ജേസൺ റോയ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ജേസൺ റോയ് എന്നീ 2 താരങ്ങളാണ് വ്യക്തിപരമായ കാര്യങ്ങളാൽ IPL 2024 നിന്നും റോൾഡ് ഔട്ടായി പോയിട്ടുള്ളത്. അതിൽ ജേസൺ റോയ്ക്ക് പകരക്കാരനെ KKR പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഗസ് അറ്റ്കിൻസൻ്റെ പകരം ശ്രീലങ്കയുടെ താരമായിട്ടുള്ള ദുഷ്മത ചമേരി അവർ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടുമുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് വരികയാണെങ്കിൽ മാർക്ക് വുഡ്, ഇംഗ്ലണ്ട് താരമായിട്ടുള്ള മാർക്ക് വുഡ് പരിക്ക് മൂലം IPL കളിക്കില്ല എന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം ഷമാർ ജോസഫിനെ, വെസ്റ്റ് ഇൻഡീസിൻ്റെ യുവതാരമായിട്ടുള്ള ഷമാർ ജോസഫിനെ LSG റീപ്ലേസായി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണയാണ്. നമുക്കറിയാം, ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനു ശേഷം റിക്കവർ പീരീഡിലാണ് നിലവിൽ പ്രസിദ്ധ് കൃഷ്ണ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിനും ഈ IPL നഷ്ടമാകും. തുടർച്ചയായ 2ാമത്തെ IPL ആണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സിയിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലായിരുന്നു അദ്ദേഹം രാജസ്ഥാനിലേക്ക് എത്തിയതെങ്കിലും തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം പരിക്കേറ്റ് പുറത്താവുകയാണ്. ഈ ഒരു സീസൺ മുഴുവനായും ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും നഷ്ടമാകാൻ പോവുകയാണ്. റീപ്ലേസ് ഒന്നും ഇതുവരെ RR പ്രഖ്യാപിച്ചിട്ടില്ല. ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഫിൽ സോൾട്ടിൻ്റെ അപ്ഡേറ്റ് പുറത്തു വന്നത്. വ്യക്തിപരമായ കാര്യങ്ങളാൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റർ ഇത്തവണ IPL കളിക്കത്തില്ല. കഴിഞ്ഞ സീസണിൽ റെക്കോർഡ് തുകയ്ക്ക് ഹൈദരാബാദ് മേടിച്ച താരത്തെ ഇത്തവണ 4 കോടി രൂപയ്ക്കായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഡൽഹിയെ സംബന്ധിച്ച് ഫിൽ സോൾട്ടിൻ്റെ അഭാവം എത്രത്തോളം ചെലുത്തുമെന്ന് കത്തിൽ തന്നെ കാണാം. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡെവൻ കോൺവേ പരിക്കേറ്റ് IPL കളിക്കില്ല എന്നും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. CSK സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ബാറ്റർ തന്നെയാണ്, എസ്പെഷ്യലി ഓപ്പണിംഗ് ഋതുരാജ് ഗേക്കോ. അതിനൊപ്പമുള്ള കോൺവേയുടെ മികച്ച ഇന്നിങ്സുകൾ CSK സംബന്ധിച്ച് ഒരു എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ്. ഇത്തവണ കോൺവേയും IPL കളിക്കുന്നില്ല. ഇതാണ് മെയിനായിട്ടും മുഴുവനായും റൂൾഡ് ഔട്ടായി പോയിട്ടുള്ള 7 താരങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സൂര്യകുമാർ യാദവ്, അതോടൊപ്പം തന്നെ മാത്യു വേഡ്, മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിട്ടുള്ള സൂര്യകുമാർ യാദവും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിട്ടുള്ള മാത്യു വേഡും IPLൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ആദ്യഘട്ട ഷെഡ്യൂളിലുള്ള മത്സരങ്ങൾ 2 താരങ്ങളും കളിക്കില്ല. നിലവിൽ പരിക്കേറ്റ് റിക്കവറി പ്രോസസ്സിലൂടെയാണ് സൂര്യകുമാർ യാദവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാത്യു വേഡ് ഷെഫീൽഡ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനും തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസ് ജേഴ്സിയിൽ നഷ്ടമാകും. ഇനി IPL 2024 വരികയാണെങ്കിൽ അവൈലബിലിറ്റി മുഴുവനായും ഡൗട്ട്ഫുള്ളായിട്ടുള്ള 2 ടീമുകളുടെ താരങ്ങളുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ മുസ്തഫിസുർ റഹ്മാനും അതോടൊപ്പം തന്നെ മദീഷ പതിരണയും. മുസ്തഫിസുർ റഹ്മാൻ ട്രെയിനിങ് സെഷനിടെ ബോൾ തലയിൽ കൊണ്ട് അദ്ദേഹത്തിന് പരിക്കേറ്റ് കളം വിട്ടത്. പതിരണ ആവട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 20 താരങ്ങളുടെയും അവൈലബിലിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 20 താരങ്ങളും CSKയുടെ ക്യാമ്പിലും ജോയിൻ ചെയ്തിട്ടില്ല. മറ്റൊരു ടീം RCB ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും CSKയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം കളിക്കാൻ പോകുന്നത്. RCBയുടെയും 2 താരങ്ങൾ നിലവിൽ സംശയത്തിൻ്റെ നിഴലിലാണ്. അവരുടെ മെയിൻ ബോളറായിട്ടുള്ള ഇംഗ്ലണ്ട് താരം റീസ് ടോപ്പിലി, ഒപ്പം ടോം കറൺ, 2 താരങ്ങളും ഇതുവരെ RCB ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. റീസ് ടോപ്പിൽ നമുക്ക് SA-20 ലീഗ് ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തായത്. ടോം കറൺ ആവട്ടെ ബിഗ് ബാഷ് ലീഗിനിടയിലായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തായത്. ഈ ഒരു താരങ്ങളും ഇതുവരെ അവൈലബിലിറ്റി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. 2 താരങ്ങളും ക്യാമ്പിലും ജോയിൻ ചെയ്തിട്ടില്ല.